വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീക്കെൻഡ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, വേറെ ഒന്നുമല്ല, എൻ്റെ അച്ഛന് വയ്യായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. ഇപ്പോൾ ഹീസ് ബെറ്റർ നൗ. ഇപ്പോഴും ഐ കുഡൻ ആക്ച്വലി ബ്രിങ് മൈ സെൽഫ് ടു ടേക്ക് എ വീഡിയോ, പക്ഷേ ഐ ഹാവ് ദിസ് കമ്മിറ്റ്മെന്റ്, സോ ഐ വോണ്ട് ടു ഡു വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് മീ. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല ഗൈസ്, എൻ്റെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എനിക്ക് ഭയങ്കര അലർജി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടെ ഇക്കണേ മമ്മി മരുന്ന് മേടിക്കണയാ. നമ്മൾ ഇന്ന് എന്തിനാ പോണേന്ന് വെച്ചാൽ റോഹൻ്റെ S24 എനിക്ക് എപ്പോഴും S23 അൾട്ര ആക്ച്വലി നമ്മൾ ഡാഡിക്ക് കൊടുക്കാൻ പോണേ, ബിക്കോസ് ഇറ്റ് വാസ് ടു മച്ച് ഫോർ ഹിം ടു ഹാൻഡിൽ. കാരണം നല്ല വലിയ ഫോണാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഡാഡി എന്തായാലും ഫോൺ മേടിക്കാൻ നിൽക്കണയായിരുന്നു. അപ്പോൾ നമ്മൾ അത് കൊടുത്തിട്ട്, റോഹൻ ആക്ച്വലി എൻ്റെ 15 ഭയങ്കര ഇഷ്ടമായി, കാരണം ഇറ്റ്സ് വെരി ഹാൻഡി, അത് മാത്രമല്ല ഭയങ്കര ക്യൂട്ട് ഫോണാണ്. അപ്പോൾ അത് നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ S23. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, എനിക്കിത് ആക്ച്വലി പിടിക്കാൻ പോലും പറ്റില്ല, എനിക്കിത് അത്രയും വലുതാ. എവറി ഡേ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ലൈക്ക് പോക്കറ്റിലൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോൺ ഈസ് വെരി ഗുഡ്, നല്ല ഫോണാണ്, ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. പക്ഷെ വ്ളോഗ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. വ്ളോഗ് ചെയ്യാൻ ബേബിക്കും 15 ഇഷ്ടമായില്ല, വീഡിയോസ് 15. ഐ മീൻ ഐഫോൺ ഈസ് വെരി ഗുഡ്. ഞാൻ പേഴ്സണലി ഒരു ആൻഡ്രോയിഡ് പേഴ്സൺ ആട്ടെ, എൻ്റെ പേഴ്സണൽ ഫോൺ ആൻഡ്രോയിഡ് ആണ്. പക്ഷെ വ്ളോഗ് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ പേർപ്പസിന് ഐഫോൺ ഇസ് വെരി ഗുഡ്. 15 പ്രോയും പ്രോ മാക്സും എന്നല്ല, ഈ 15 ഭയങ്കര അടിപൊളി ഫോണാണ്. ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 7 മാസമൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി. ഞാൻ പ്രോന്റെ ആവശ്യമില്ല. എന്താ വ്യത്യാസം? റിഫ്രഷ് റേറ്റ് കൂടുതലുണ്ട്, പിന്നെ ഒരു ക്യാമറ എക്സ്ട്രാ ഉണ്ട്. അതല്ലാതെ അത്രയും ഡ്രാസ്റ്റിക് മണിയിൽ ഡിഫറൻസ് ഉണ്ട്. 1 lakh എത്രയാണ്? മമ്മി വന്നതാണ്, മരുന്നുണ്ട് പക്ഷെ വേറെ ബ്രാൻഡിന്റെ ആണെന്നാ പറഞ്ഞത്. പക്ഷെ തൽക്കാലം ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം മേടിക്കാന്ന് വെച്ചു, കാരണം ഭയങ്കര അലർജി ആയിട്ടിരിക്കണ. ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റിയില്ല. എന്തായാലും ഡിസൈഡ് ചെയ്തു 15 മേടിക്കാമെന്ന്. കാരണം ഡാഡി നെക്സ്റ്റ് വീക്ക് വരും. അപ്പൊ അപ്പോഴേക്കും ഡാഡിക്ക് നമ്മുടെ സാംസങ്ങിൽ നിന്ന് എല്ലാ ഡാറ്റയും ഐഫോണിലോട്ട് ആക്കിയിട്ട് ഡാഡിക്ക് കൊടുക്കാമല്ലോ. അച്ഛനിപ്പോ ഹീസ് ബെറ്റർ നൗ. ഒട്ടും വയ്യായിരുന്നു എന്ന് പറഞ്ഞാല് ഐ തിങ്ക് ഇതുവരെ ഇത്രയും എക്സ്ട്രീം പോയിട്ടില്ല. ഞാൻ ആക്ച്വലി ഓഫീസിലായിരുന്നു ഇത് സംഭവിച്ചപ്പോൾ, ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അറിയുന്നത്. അച്ഛനൊരു 750 ml ബ്ലഡ് വോമിറ്റ് ചെയ്തു. ആദ്യമായിട്ട് ഇത് സംഭവിക്കണേ. കാരണം എപ്പോഴും അച്ഛൻ്റെ വെയിൻ പൊട്ടും. കാരണം അച്ഛന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛന് ഓൾറെഡി വയ്യാതിരുന്നതുകൊണ്ട് അച്ഛന് ലൈക്ക് ഈ അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല ബോഡി. അപ്പോൾ ബോഡി സ്ട്രെയിൻ ചെയ്താൽ വെയിൻ പൊട്ടിപ്പോകും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് എപ്പോഴും ബാൻ ചെയ്യണേ. ഓൾറെഡി വീക്കായിരുന്നു ബോഡി, പ്ലേറ്റ്ലെറ്റ്സ് കുറവായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം വോമിറ്റ് ചെയ്തു ബ്ലഡ്. മമ്മിയൊക്കെ അത് കാരണം ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിരുന്നു. പിന്നെ അച്ഛനായതുകൊണ്ട് എനിക്ക് പേടിയില്ല. അച്ഛൻ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോ ICUന്ന് ഇറങ്ങണേ. ICU കിടത്തണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ICUന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അത് നടന്നൊക്കെ പോകുന്നു, വീൽ ചെയറിൽ നിന്ന് എണീച്ചിട്ട്. അച്ഛൻ്റെ അങ്ങനെയാട്ടോ, ഭയങ്കര വിൽ പവറാണ്. പിന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല കാരണം അച്ഛൻ്റെ കാര്യത്തില്. കാരണം ഐ ബിലീവ് ഇൻ ഗോഡ് സോ മച്ച്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ടെൻഷനായിരുന്നു, വിഷമമായിരുന്നു. എല്ലാവരും മിറക്കിളാട്ടോ. കാരണം ഐ റിമെമ്പർ ഞാൻ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു അച്ഛൻ്റെ ഈ ഡിസീസ് കണ്ടുപിടിക്കുന്നത്. അത് അച്ഛന് വന്നിട്ട് ഓൾറെഡി 10 years കഴിഞ്ഞിട്ട് എന്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ സെഡ് ഹി ഓൺലി ഹാവ് 6 months. ആൻഡ് ഇപ്പൊ എനിക്ക് 24 വയസ്സായി. ഇത്രയും വർഷം ഇത്രയും പവർഫുൾ ആയിട്ട് അച്ഛൻ നിൽക്കുന്നതുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഗോഡ് ഫോർ ഓൾവേസ് ബീയിങ് ദെയർ. കാരണം ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് എപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. ഐ മീൻ സിൻസ് 3 വയസ്സുള്ളപ്പോൾ തൊട്ട് എൻ്റെ മമ്മി പറയും, ഞാൻ ഒരു കുരിശ് വരെ ഉണ്ട് മാതാവിൻ്റെ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ അച്ഛന് തക്കാളിയും സവാളയും മേടിക്കാൻ പൈസ കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇറ്റ്സ് ഫണി ബട്ട് thank God, really thank God.
നമുക്ക് ഇമാജിനിൽ നോക്കിയിട്ട് ലുലു കണക്റ്റിൽ പോവാം. ഇവിടുന്ന് എടുക്കണെങ്കിൽ ഗൈസ് ഇമാജിനിൽ ഞങ്ങൾ വന്നു. വെറും 81,000 രൂപ ഉള്ളൂ. 256 GB iPhone 15. ഞാൻ മേടിച്ചത് 90,000. ഓ മൈ ഗോഡ്, ആരും എന്തോ പിടിച്ചു. iPhone 15 128 69 ആണോ ബേബി? 69,000 ആണോ? 256-ന് 81,000 ഉള്ളൂ. പക്ഷെ ഞാൻ മേടിച്ചത് 128 ഇറങ്ങിയപ്പോൾ തന്നെ മേടിച്ചുകൊണ്ടാണ്. ഇൻഷുറൻസും കൂടെ 90,000 ആണ് മേടിച്ചത്. I regret so much now. We are buying a black ഒരു ഇവിടെ S23 അൾട്രയിൽ നിന്ന് ഡൗൺഗ്രേഡ് ആണ്. പക്ഷെ not bad. Black. I'm excited. Upgrade അല്ലാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ടോ? ഗ്രേഡ് 12,200 150 കൂടെ. സിം ഇടുന്നുണ്ട് ഇപ്പൊ. തുറക്ക വേണ്ട. ഫോട്ടോ 60 ഹെർട്സ് വരെ അഗ്ഗാപ്പിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് അറിയാൻ ശരി. സോ നമ്മൾ നമ്മളുടെ ഐഫോൺ സെക്യൂർ ചെയ്തിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഗൈസ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണ്? കമൻറ്റ് ഡൗൺ ബിലോ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ? എനിക്ക് മാംഗോ ഇഷ്ടമാണ്, ചക്ക ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാട്ടോ എനിക്ക്. എക്സെപ്റ്റ് അങ്ങനെ എക്സെപ്റ്റ് ഒന്നും ഇല്ല, എല്ലാം ഇഷ്ടം. എന്ത് കിട്ടിയാലും കഴിക്കും. ഇവിടെ വാട്ടർ മെലൻ ഫെസ്റ്റ് നോക്കൂ. 64, 44, 25, 22, 27, 34 പല ടൈപ്പ് ഓഫ് വാട്ടർ മെലൻസ്. ലുക്ക്, മാംഗോ. നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല തിരക്കുണ്ടല്ലോ. കാരണം വേറൊരു കടയിൽ ഈ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ സമയം 12 മണിയായിരുന്നു. നമ്മൾ അൽത്താസിൽ പോയി KFCയിൽ പോയി, പക്ഷെ ഒരു ഷോപ്പില്ല. സോ ഫൈനലി വി കേം ടു ചില്ലി. ഇതെനിക്ക് തോന്നുന്നു ഒരു 2 മണി വരെ ഉണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഭയങ്കര തിരക്കാണ്. ഫുൾ ആൾക്കാരാണ്. ആർക്കും ഫുഡ് കിട്ടിയിട്ടില്ല. അവർ ബില്ല് പോലും ചെയ്തിട്ടില്ല. ഫുഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ പകുതി ഓർഡർ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയല്ല ബാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടാട്ടോ. പക്ഷെ അതോടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ഹോൾ ബോട്ടിൽ ഓഫ് കെച്ചപ്പ്. ടിഷ്യൂ പേപ്പർ പറന്നുപോയി. സോ ബാക്ക് ഹോം. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് കൂടെ വിചാരിച്ചു. ബില്ലുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്നല്ല വേറൊരു കടയിൽ നിന്നൊരു കേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇതാണ് നമ്മുടെ iPhone 15 ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പക്ഷേ മൈൻ ഇസ് പിങ്ക്, ഇത് ബ്ലാക്ക് ആണ്. 256 GB ആണ്. എന്റെ വെറും 128 GB ഉള്ളു. ഞാൻ വെറും എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് വീഡിയോസ് ഞാൻ എടുത്ത് ഓൾമോസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ബാക്കപ്പ് ചെയ്തിട്ട് ലാപ്ടോപ്പിലും ഹാർഡ് ഡിസ്കിലൊക്കെ ഇടണം. കാരണം പെട്ടെന്ന് ഫുൾ ആവും മെമ്മറി. കാരണം ഒന്നാമത്തെ കാര്യം ലോങ് വീഡിയോസ് ഒക്കെ വ്ളോഗൊക്കെ എന്ത് ചെയ്യാം, ഹാർഡ് ഡിസ്ക് ഡയറക്ട്ലി ഐഫോണിലേക്ക് കുത്താൻ ഇപ്പൊ ടൈപ്പ് സി ആയതുകൊണ്ട് ഹാർഡ് ഡിസ്ക് ഡയറക്ട്ലി കുത്താൻ പറ്റും അല്ലേ. 256 GB ഞാൻ അതുകൊണ്ട് ബേബി അപ്പൊ ചോദിച്ചായിരുന്നു 256 ആണ് 128. സോ ഞാൻ 256 സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഐഫോണിന് ലൈക്ക് ഭയങ്കര കൂടുതൽ MB. അൾട്രയിൽ ഇപ്പൊ 130 GB ഡാറ്റ ഉണ്ട് ഓൾറെഡി. പക്ഷെ അതിൽ എന്തോരം സാധനങ്ങളുണ്ട്, കൊറേ സാധനങ്ങളില്ലേ. ആൻഡ്രോയിഡ് ഐഫോണിൽ ആ ഒരു കാര്യത്തില് കുറവ് MB ഉണ്ടാവുള്ളൂ നമ്മുടെ ആൻഡ്രോയിഡിൽ. പ്രൈസ് ആണ് എനിക്ക് വിഷമം. ഇത് വിഷമമുണ്ട് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ മേടിച്ച സമയത്ത്, കാരണം ഐ തിങ്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ മേടിച്ചു, അപ്പോൾ അതിന് 80,000 റുപ്പീസ് ആയിരുന്നു. ഇത് 256 GB-ക്ക് 81,000 ഉള്ളൂ. അപ്പൊ ഞാനൊരു ഇൻഷുറൻസും കൂടെ 90,000 ആണ് 128 മേടിച്ചത്. അപ്പൊ നിങ്ങൾ മേടിക്കുന്നതാണെങ്കിൽ ഇപ്പൊ മേടിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോ 16 ഇറങ്ങിയാൽ ഇതിനേക്കാളും ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും എന്നാണ് എന്റെ ഒരു വിശ്വാസം, അല്ലേ? 16 വാങ്ങിക്കണേണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. പക്ഷെ ഞാനിപ്പോ 15 എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഫോണില്ല യൂസ് ചെയ്യാൻ. ബേബിക്ക് 16 എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇനി എടുക്കണയാണെങ്കിൽ സാംസങ് S23 Ultra is such a nice phone. നല്ല ഫോണാണ്, നല്ല ക്യാമറ ഒക്കെ അടിപൊളി, പെർഫോമൻസ് എല്ലാം ഉണ്ട്. പക്ഷെ നല്ല ബിഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതല്ലോ, നല്ല ബിഗ് ഫോണാണ്. അത് മാത്രല്ല ബേബി ഇപ്പൊ ഫോൺ എന്ന് പറയുന്ന കാര്യം ഒന്നിനും യൂസ് ചെയ്യാറില്ല. വീഡിയോസും കാര്യങ്ങളും പടമൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ കാണണം. ഞാൻ പിന്നെ പടവും കാര്യങ്ങളൊക്കെ എല്ലാം ടി വി ഡാഡി എന്തായാലും ഫോൺ മേടിക്കാൻ പോണേയായിരുന്നു. ബേബിക്ക് ഇത് അപ്ഗ്രേഡ് അല്ല, പക്ഷെ ഡാഡിക്ക് ഇത് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും, അല്ലെ? ഞാൻ ഫോൺ വിളിക്കാനും ബേബി ആക്ച്വലി ഇപ്പൊ ഫോൺ വെക്കാറ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ. നേരത്തെ ആയിരുന്നു നമ്മൾ പിന്നെ ഫോൺ യൂസ് ചെയ്യണത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഫോണിന്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ പാഠം ഞങ്ങള് ടിവിയിലാണ് എല്ലാം കാണുന്നത്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് എല്ലാം. പിന്നെ ഞാൻ ഈ ഫോൺ മേടിക്കാൻ കാരണം എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു സാധാരണ ആൻഡ്രോയിഡ് എനിക്ക് അത് മതിയായിരുന്നു. പക്ഷെ ഞാൻ യൂട്യൂബിന് വേണ്ടിയാണ് ആക്ച്വലി ഈ ഫോൺ മേടിച്ചത്. കാരണം എനിക്ക് ക്വാളിറ്റി കണ്ടന്റ് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് 15 നല്ലൊരു ഫോണായിട്ട് തോന്നി. 13ഉം 14 ഒക്കെ വെച്ച് നോക്കും അല്ലെ, കുറച്ചൊരു ഡിസൈൻ ചേഞ്ച് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര വ്യത്യാസമുണ്ട്. ഫീൽ ചെയ്തു. പിന്നെ 48 MP ക്യാമറ കിട്ടുന്നുണ്ട് ബാക്കിൽ. ഭയങ്കര ഇഷ്ടമായിട്ട്, ലൈക്ക് സൂപ്പർ ക്യാമറ. ഡൈനാമിക് ഐലൻഡ് കിട്ടുന്നുണ്ട്. 13 പ്രോന് എല്ലാത്തിനേക്കാളും ഇതിന്റെ ക്യാമറ ഇഷ്ടമായി. പിന്നെ 16 നിങ്ങൾക്ക് വേണമെങ്കിൽ 16 എടുക്കാം. പക്ഷെ 16 വന്ന സമയത്ത് എനിക്ക് എന്തായാലും ഉറപ്പ് ഒരു 10,000 റുപ്പീസ് കൂടി അവർ കൂട്ടുന്നു. കാരണം 13 ലൈക്ക് എന്റെ ഓഫീസിലെ കൊളീഗ്സ് 13 മേടിച്ചപ്പോൾ അവർക്ക് എന്തോ 70,000 ആയുള്ളൂ. ഇപ്പൊ 15 80,000 ആയി. അപ്പൊ മിക്കവാറും അവർ വില ഇങ്ങനെ എല്ലാ വർഷവും കൂട്ടി തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇഷ്ടമില്ലാത്ത 60 ഹെർട്സ് മാത്രമാണ്. 60 ഹെർട്സ് അതാണ് ഇതിന്റെ ആകെയുള്ള ഒരു പ്രോബ്ലം. എനിക്ക് ആദ്യം ഫോൺ യൂസ് ചെയ്തപ്പോ ഒരു ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ പിന്നെ നമ്മുടെ കണ്ണ് അതിനോട് യൂസ്ഡ് ആവും എനിക്ക് തോന്നുന്നു, അല്ലെ? 13 14 15 അങ്ങനെ വേണേ കുഴപ്പമില്ല. ഫോൺ വിളിക്കാൻ മാത്രം കുഴപ്പമില്ല, നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് 15 എടുത്താൽ മതി. പ്രോയുടെ ഒരു നോർമൽ പേഴ്സൺ ഒരു പ്രോയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു എക്സ്ട്രാ ഒരു ക്യാമറയും ഒരു 120 ഹെർട്സ്. എന്റെ 13 പ്രോയില് ഞാൻ ഇതുവരെ ആ മൂന്നാമത്തെ മാക്രോ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല. I don't think there's a need. Even ബേബിക്ക് ആക്ച്വലി S23 Ultra ബേബി മര്യാദക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്യണം, അല്ലേ? ബേബിക്ക് അത് തന്നെ ഫീൽ ചെയ്യണത്. ഞാൻ കോൾ വിളിക്കാറുള്ളൂ, മാത്രമല്ല വീഡിയോ പോലും കാണാറില്ല. അതുകൊണ്ട് നമ്മൾ S24 മേടിക്കാഞ്ഞത്. ആക്ച്വലി 15 തന്നെ. പിന്നെ 15 ബേബി ഭയങ്കര ഇഷ്ടമായി, അല്ലേ? എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ഐഫോൺ ഒരിക്കലും സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ പിന്നെ എനിക്ക് ഡാഡിയുടെ ആപ്പിൾ വാച്ചും യൂസ് ചെയ്യാം. അതെ, ആപ്പിൾ വാച്ചും എയർപോഡ്സും യൂസ് ചെയ്യാം ഡാഡിയുടെ. അപ്പൊ ഇതാണ് നമ്മുടെ 15. ഓൾറെഡി ഞാൻ ഒരു 15 അൺബോക്സിങ് ഇട്ടു. ഇത് നമ്മുടെ രണ്ടാമത്തെ 15. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇനി ട്വിന്നിങ് ആയിരിക്കും. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ്. സ്ക്രീൻ ഗാർഡൊക്കെ ആക്ച്വലി ഒട്ടിച്ച് ഇത് വെറുതെ ഓൺ ചെയ്തിട്ടില്ല. പക്ഷെ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ഓൺ ചെയ്യണോ? ബേബി തന്നെ. എനിക്ക് അത്ര നല്ല ഭാഗ്യമൊന്നുമില്ലാത്ത കുട്ടിയാണ്. ഓൺ ചെയ്യട്ടോ? എനിക്കറിയാം. ഞാൻ വോളിയം അമ്മക്ക് ചെയ്തപ്പോ
ഇല്ല ബേബി പവർ ബട്ടൺ വെറുതെ ഒരു വട്ടം നോക്കിയിട്ടുണ്ട്. ഇതാണോ പവർ അതാ പവർ ബട്ടൺ. ബേബിക്കറിയില്ല ഇത്രയും ദിവസം എനിക്കറിയില്ല, ഞാൻ പവർ ഉപയോഗിക്കാറില്ല. ഞാൻ എന്താ ചെയ്യുന്ന ഫോൺ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഡബിൾ ടാപ്പ് മാത്രം ചെയ്യുള്ളൂ അപ്ലോഡ് ചെയ്യുന്നു, തിരിച്ചു വെക്കുന്നു. അല്ല ഞാൻ സ്വിച്ച് ഓഫ് പോലും ചെയ്തിട്ടില്ല. നമസ്തേ. ഓല പോയട്ടാ ഇംഗ്ലീഷ്. ഓല പോയോ? ഇത് ഏത് ഭാഷയാണെന്ന് എനിക്കറിയില്ല. ഉറുദു ആണോ? ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ചൈനീസ് സംഭവം. ഞാൻ ഇതുപോലും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. എന്താ ബേബിയുടെ ഫോൺ കടക്കാരൻ തന്നെ സെറ്റ് ചെയ്തു. എനിക്ക് പേടിയായിരുന്നു ഫോൺ തൊടാനൊക്കെ. ഇത്രയും വില കൊടുത്ത് ഞാൻ ഒരു സാധനം മേടിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് പേടിയായിരുന്നു. ഇംഗ്ലീഷ് അല്ലേ? കണ്ടിന്യൂ. Daddy is so excited. Set up without another device. ഐഫോൺ ടു ഐഫോൺ ആണെങ്കിൽ അത് പറ്റുള്ളൂ അല്ലേ? എന്റെ ക്യാമറ ക്വാളിറ്റി അറിയണമെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്റെ എല്ലാ വീഡിയോസും കണ്ടു. ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എടുക്കുന്ന എല്ലാം എന്റെ ഐഫോൺ 15 എടുക്കുന്നത്. ചില വീഡിയോസ് ഞാൻ S24 അൾട്രയിൽ എടുത്തിട്ടുണ്ട്. Why I always say 23 guys. It is very good. എനിക്ക് തോന്നുന്നു ചില ലൈറ്റിംഗിൽ S23 ആണ് ബെറ്റർ ദാൻ ഐഫോൺ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വ്ളോഗിങ്ങിന് 15 ഉള്ളൂ. എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇഷ്ടമല്ല S23 അൾട്രേന്റെ. ഒന്നാമത്തെ കാര്യം വലുതാണ്, ഭയങ്കര വലുതാണ്. സ്ക്രീൻ കാർ ഒട്ടിക്കാൻ പറ്റില്ല ഗൈസ്. ആ ഒരു പ്രശ്നമുണ്ട്. പേപ്പർ ഒട്ടിക്കാൻ പറ്റുള്ളൂ. കർവ്ഡ് ഡിസ്പ്ലേ ആയത് കാരണം നിങ്ങൾക്ക് അതിന് കറക്റ്റ് സൈസിലുള്ള സ്ക്രീൻ ഗാർഡ് ഇവിടെ ഒന്നും കിട്ടില്ല. ഞങ്ങള് യുവി ഒട്ടിക്കുക, പക്ഷെ അത് അൺസേഫ് ആ കാര്യം. അതിന്റെ ഗമ്മ് ഫോണിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വിഷയം. പേപ്പർ ഒട്ടിക്കാൻ പറ്റില്ല അല്ലെ? പിന്നെ യുവി ഒട്ടിച്ചു കഴിഞ്ഞാൽ, ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് അടിക്കില്ല. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട് S23 അൾട്ര കർവ്ഡ്. അതാണ് S24 ഫ്ലാറ്റ് സ്ക്രീൻ ആയിട്ട് അവർ ഇറക്കിയ. AI ഫീച്ചേഴ്സ് ഒക്കെ ആക്ച്വലി S23 അപ്ഡേറ്റ് ചെയ്തപ്പോൾ AI ഫീച്ചേഴ്സ് ഒക്കെ വന്നു. നിങ്ങൾ അതിനു വേണ്ടി മാത്രം S24 എടുക്കണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലെ? AI ഫീച്ചേഴ്സ് S23 അൾട്രയിൽ ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എല്ലാം S23യും എല്ലാം നല്ല ഫോൺസ് ആണ്. ഇവൻ 15 Pro എല്ലാം നല്ലതാ. ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഫോർ നോർമൽ പീപ്പിൾ? ഐ തിങ്ക് നമ്മുടെ ആവശ്യത്തിന് ഇതൊന്നും ഞാൻ പോലും വീഡിയോ എടുക്കാൻ എനിക്ക് 15 മതി. വീഡിയോ എടുക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഇതുപോലും വേണ്ട, ഐഫോൺ 15 പോലും വേണ്ട. ഒരു 25,000 റുപ്പീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഐക്യൂന്റെ 25,000ന് 8 Gen 2 കിട്ടും. സെയിം പ്രൊസസർ ആണ് S23 അൾട്രയിൽ ഇരിക്കണം. 23 അൾട്രയില് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആയിരിക്കണം. ഐക്യൂലും 8 Gen 2 ആയിരിക്കണം. പെർഫോമൻസ് രണ്ട് ഫോൺ സ്നാപ്ഡ്രാഗൺ ഏറ്റവും നല്ല പ്രൊസസർ. ഇതില് 16 ബയോണിക്ക. ഒരു കാര്യം കൂടെ ഗെയിം കളിക്കാനും കൂടെ ആൾക്കാർ ഫോൺ എടുക്കാറുണ്ട്. ഞാൻ ഗെയിം കളിക്കാറില്ല ഗൈസ്, എനിക്ക് പ്ലേ സ്റ്റേഷൻ ഉണ്ട്. ഗെയിമും ഇല്ല. 15 തന്നെ ഞാൻ കോൾസ് എടുക്കാറില്ല, സിം ഇട്ടിട്ടില്ല. വെറുതെ ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അത് മാത്രം ചെയ്തിട്ടുള്ളൂ. സോ മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ബാറ്ററി ഹെൽത്ത്, ബാറ്ററി ലൈഫ് ഒക്കെ എനിക്ക് ഒരു ദിവസം ചാർജ് ചെയ്താൽ 2-3 ദിവസമൊക്കെ നിൽക്കും ആക്ച്വലി. സോ എനിക്കിതുവരെ ഒരു പ്രോബ്ലം ഈ 15 വെച്ച് തോന്നിയിട്ടില്ല. പ്രൈസ് ആണെങ്കിലും എനിക്ക് കിട്ടുന്ന ആ ക്വാളിറ്റി കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ പ്രൈസ് ജസ്റ്റിഫയബിൾ ആണ്. ഡൈനാമിക് വെരി ക്യൂട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉപയോഗം അറിയില്ലായിരുന്നു. പിന്നെ മനസ്സിലായത്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സാധനം അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് മിനിമൈസ് ചെയ്താൽ എത്ര പെർസെന്റേജ് ആയി എന്നൊക്കെ മെയിൽ ചെയ്യാൻ കാണിക്കും. ഇറ്റ്സ് ആക്ച്വലി ഹെൽപ്ഫുൾ. എനിക്കൊരു ഡൈനാമിക് ഐലൻഡ് കൂടി വന്നപ്പോ ഈ ഒരു 15 ഇച്ചിരി വർത്ത് ആയെന്ന് എനിക്ക് ഫീൽ ചെയ്തു അല്ലെ? ഇനി ആ ഒരു 120 ഹെർട്സും കൂടി ഇട്ടാൽ പക്ഷേ ആരും അപ്പൊ 13 Pro Pro സീരീസ് എടുക്കില്ല. പിന്നെ സാംസങ്ങിന് എനിക്ക് ഇഷ്ടമില്ലാത്ത S23 അൾട്രയിൽ മറ്റേ സ്റ്റിക്ക് യൂസ്ഫുൾ ആണ്, കുറെ പേർക്ക് അടിപൊളിയാ. പക്ഷെ എനിക്ക് ഞാനിതുവരെ എടുത്തില്ല. പക്ഷെ എനിക്കത് കുറെ വട്ടം തെറിച്ചു പോകാൻ പോയിട്ടുണ്ട്. കാര്യം എന്റെ പോക്കറ്റിലിരുന്ന് അമങ്ങിയിട്ട് അതിങ്ങനെ ലൂസായി. ഓല നമസ്തേ തന്നെ പറയണേ, നമുക്ക് എന്തെങ്കിലും വേഗം സെറ്റ് ഒക്കെ ചെയ്യാം. എനിക്ക് ആക്ച്വലി ഇഷ്ടമായി കളറ്, നല്ലൊരു കളറാ. കാരണം ഫിംഗർ പ്രിന്റ് അധികം എടുക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്ക് അല്ലേ മാറ്റ് ആണ്. ഇറ്റ്സ് വെരി നൈസ്. കഴിഞ്ഞ കൊല്ലം വരെ പ്രോ സീരീസിന് മാത്രമേ ബാക്കിൽ ഇങ്ങനെ ഫ്രോസ്റ്റഡ് ബാക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം പ്രോനൊക്കെ ടൈറ്റാനിയം ആയില്ലേ? അല്ല, സെയിം മാറ്റ് ഫിനിഷ് ആണ്. കഴിഞ്ഞ കൊല്ലം വരെ ബേസിക് മോഡൽസിന് ഗ്ലോസി. ഇത് ഗ്ലാസ് തന്നെയാ. ഇത് ഗ്ലാസ് തന്നെ ഫ്രോസ്റ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. അടി വീണ പൊട്ടും.
അടി വീണ പൊട്ടും, പക്ഷെ ഫിംഗർ പ്രിന്റ് എടുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടമായി കളർ. എന്റെ പിങ്കും ഇപ്പൊ ഈ ബ്ലാക്കും എനിക്ക് ഇഷ്ടമായി. വേറെ കളേഴ്സ് ഒന്നും പിഗ്മെന്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. വെള്ള പോലെ ഇരിക്കണ പിങ്ക്, വെള്ള പോലെ ഇരിക്കണ പച്ച, വെള്ള പോലെ ഇരിക്കണ നീല. വീഡിയോയിൽ ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഐ വിൽ കം ബാക്ക് ബിക്കോസ് ഐ എം നോട്ട് ഫീലിംഗ് വെരി ഗുഡ് മെന്റലി. കാരണം ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ കാര്യം, എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കണത് തന്നെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഐ ഹാവ് ടു ഡൂ ദിസ്. ഞാൻ തുടങ്ങി വെച്ച സാധനം എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന്. പല പ്രശ്നങ്ങളും നടക്കും എന്തായാലും ഫോർ ഷുവർ. ജോലിക്ക് പോകണം. എനിക്കും ഇന്നത്തെ ദിവസം കിട്ടുള്ളൂ ഗൈസ് ഫോൺ വാങ്ങിച്ച്. ഡാഡി എന്നെ പോലെയാണ്, ഭയങ്കര ഇംപേഷ്യന്റ് ആണ്. 1 ദിവസം തന്നെ ഡാറ്റ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് തരാനൊക്കെ പറയും. മേടിക്കണം എന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാലും ടുട്ടുവിന് അത് ചെയ്തില്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും എൻ്റെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കുറെ പേരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ താങ്ക്സ് ടു ഗോഡ്. കാരണം ദൈവമില്ലാതെ നമുക്കൊന്നും നടക്കില്ല. എൻ്റെ വിശ്വാസമാണത്. ചിലവർക്ക് അതായിരിക്കില്ല വിശ്വാസം. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യും. പക്ഷെ എൻ്റെ ലൈഫിൽ ഐ ബിലീവ് ഇൻ ഗോഡ്. സോ താങ്ക്സ് ടു ഗോഡ് ഫോർ എവറിത്തിങ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ബൈ ബൈ ഗൈസ്.